സെൽ ഓർ പ്രോസസ് ഫർദർ ഡെസിഷൻസ്. ഇപ്പോൾ അതുപോലെ സെല് ചെയ്യണോ അതോ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് സെല് ചെയ്യണോ? ഇത്തരത്തിലുള്ള ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കൊരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇത് ഡിസ്കസ് ചെയ്താലോ? അസ്യൂം ചെയ്യുക, നിങ്ങളൊരു ലാൻഡ് റിയൽറ്റർ ആണ്, ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലർ ആണ്. നിങ്ങൾ ഒരു ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചത് 40 lakhs rupees കൊടുത്തിട്ടാണ് നിങ്ങൾ ലാൻഡ് വാങ്ങിച്ചത്. ഓക്കെ, സോ പർച്ചേസ്ഡ് ലാൻഡ്. ഈ ലാൻഡ് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അതുപോലെ വിൽക്കാം. രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ലാൻഡ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ലാൻഡ് അതുപോലെ വിൽക്കാം. ലെറ്റ്സ് സെൽ ആസ് ഇറ്റ് ഈസ് ഓർ ലെറ്റ്സ് സെൽ നൗ. നിങ്ങൾ അതുപോലെ വിൽക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവുമല്ലോ, അല്ലെ? ലെറ്റ്സ് 42 lakhs നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മോഡിഫൈ ചെയ്തിട്ട് വിൽക്കാം. ലെറ്റ്സ് സെൽ ആഫ്റ്റർ മോഡിഫിക്കേഷൻ. നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് വെക്കാം. മോഡിഫൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിലും എന്ത് കിട്ടും? ഒരു പ്രൈസ് കിട്ടില്ലേ, അല്ലെ? മേ ബി മച്ച് ഹയർ പ്രൈസ് ദാൻ ദിസ്, അല്ലെ? ലെറ്റ്സ് 44 lakhs കിട്ടുമെന്ന് വിചാരിച്ചു. 44 lakhs നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ? ഇനി ഇവിടെ വെക്കുന്നതിന് പകരം ഇവിടെ വെക്കുമ്പോൾ മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? മോഡിഫിക്കേഷൻ റിലേറ്റഡ് കോസ്റ്റ് വേണം, അല്ലെ? MC എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ കോസ്റ്റ് ആണ് ബേസിക്കലി. സോ ഈ മോഡിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോ. 2,50,000 rupees ആണെന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് മുതിരാണ്. എന്താണ്? അതുപോലെ വെക്കണോ? ഈ വാങ്ങിച്ച ലാൻഡ് അതുപോലെ വെക്കണോ? ഓർ നിങ്ങൾ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട്, എന്താ മോഡിഫിക്കേഷൻ? മേ ബി ലാൻഡ് ഒന്ന് സർഫേസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, അവിടെ ഒരു വാള് കെട്ടുക, ഒരു ഫെൻസ് കെട്ടുക, അല്ലെ? പ്ലോട്ടായിട്ട് തിരിക്കുക. അങ്ങനെ പല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ പല റിയൽറ്റേഴ്സ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പോൾ ഇവിടെ വെക്കണോ അതോ ഇവിടെ വെക്കണോ എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെ? എവിടെയാണോ പ്രോഫിറ്റ്, എവിടെ വിറ്റാലാ പ്രോഫിറ്റ് കൂടുതൽ, അത് ചെയ്യാന്നുള്ളതല്ലേ ഒരു കോമൺ സെൻസ്, ഒരു ലോജിക്ക്, അല്ലെ? സോ നമുക്ക് നോക്കാം രണ്ടിലും ഏതിലാണ് പ്രോഫിറ്റ് കൂടുതൽ എന്ന് നമുക്ക് നോക്കാം, അല്ലെ? ലെറ്റ്സ് സെൽ നൗ ഓർ സെൽ ആസ് ഇറ്റ് ഈസ്. എന്താ പ്രോഫിറ്റ് നമുക്ക് നോക്കാം, അല്ലെ? അതുപോലെ സെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രോഫിറ്റ്? ലെറ്റ്സ് സെയിൽസ് എത്ര വരും? ഇവിടെ സെയിൽസ് അതുപോലെ സെല് ചെയ്യുകയാണെങ്കിൽ 42 lakhs ആണ് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്, അല്ലെ? ഇനി കോസ്റ്റ് എന്താ വരുന്നത്? നമുക്ക് കോസ്റ്റ് അതുപോലെ വെക്കുകയാണെങ്കിൽ ആകെ ഉള്ള കോസ്റ്റ് ഇതാ, അല്ലെ? പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് മാത്രമാണ്. എത്രയാത്? 40 lakhs ആണ്, അല്ലെ? 40 lakhs അല്ലേ? വേറെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ ഇവിടെ? ഇല്ല, ഒരു കോസ്റ്റും ഇല്ല. ഇവിടെ സെല് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രമാണ് നമ്മുടെ കോസ്റ്റ്, അല്ലെ? അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്ര? സെയിൽസിൽ നിന്ന് അല്ലെങ്കിൽ റവന്യൂവിൽ നിന്ന് കോസ്റ്റ് കുറച്ച് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും, അല്ലെ? സിംപ്ലി എന്ത് കൈൻഡ് ഓഫ് പ്രോഫിറ്റ് ആണെന്നൊന്നും പറയുന്നില്ല. സോ 42 നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ 2 lakhs. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള പ്രോഫിറ്റ്. ഇനി നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് സെല് ചെയ്യാന്ന് വിചാരിച്ചോ. ഓക്കെ, സെൽ ആഫ്റ്റർ മോഡിഫിക്കേഷൻ. നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽസ് എത്ര ആയിരിക്കും? നമുക്കറിയാം 44 lakhs ആണ്, അല്ലെ? 44 lakhs നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും, അല്ലെ? കോസ്റ്റ് രണ്ട് തരം കോസ്റ്റ് ഉണ്ട്, അല്ലെ? ഒന്നുകിൽ ഇതാ ചെയ്യുക അല്ലെങ്കിൽ ഇതാ ചെയ്യുക, രണ്ടും കൂടെ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും, അല്ലെ? അപ്പോൾ ഇവിടെ സെല് ചെയ്യുന്നതിന് പകരം ഇവിടെ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെല് ചെയ്താലും എന്തുണ്ടായിരിക്കും? പർച്ചേസ് ചെയ്തിട്ടല്ലേ വെക്കാൻ പറ്റൂ, അല്ലെ? അപ്പോൾ ഇവിടെ സെല് ചെയ്താലും പർച്ചേസ് കോസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. എത്രയാ? 40 lakhs ആണ്. അതുപോലെ മോഡിഫൈ ചെയ്തിട്ട് സെല് ചെയ്യുകയാണെങ്കിൽ ഈ കോസ്റ്റിന് പുറമെ ഇവിടെ എന്തുകൂടെ ഉണ്ടായിരിക്കും? മോഡിഫിക്കേഷൻ കോസ്റ്റ് ആയിട്ടുള്ള 2,50,000 ഉണ്ടോ? MC എന്ന് എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് മോഡിഫിക്കേഷൻ കോസ്റ്റ്. എത്രയാ? 2,50,000 ആണ്, അല്ലെ? ഇനി 44 lakhs നിന്ന് 42,50,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? 1,50,000 ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടെയുള്ള പ്രോഫിറ്റ്. രണ്ടിലും പ്രോഫിറ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഏതിലാ പ്രോഫിറ്റ് കൂടുതൽ? അതുപോലെ സെല് ചെയ്ത് കഴിഞ്ഞാൽ, വാങ്ങി അതുപോലെ സെല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതലാണ്, അല്ലെ? ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അതുപോലെ സെല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 lakh പ്രോഫിറ്റ് കിട്ടും. മോഡിഫൈ ചെയ്തിട്ട് സെല് ചെയ്താൽ 1,50,000 കിട്ടുള്ളൂ. ഇവിടെ
മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 50,000 പ്രോഫിറ്റ് കുറയാണ് ചെയ്യുന്നത്. 2 lakh ഉള്ളത് 1,50,000 ആയി കഴിഞ്ഞാൽ ഇവിടെ സെല് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 50,000 പ്രോഫിറ്റ് അങ്ങ് കുറയും. അപ്പൊ ആരും വടി കൊടുത്ത് അടി വാങ്ങാറില്ലല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കും? അതുപോലെ സെല് ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കും. ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വി ജസ്റ്റ് നീഡ് ടു കണ്ടക്ട് മാർജിനൽ അനാലിസിസ് അല്ലെ? മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കോസ്റ്റിനേക്കാളും കൂടുതലുണ്ടോ, അഡീഷണൽ ബെനിഫിറ്റ് അഡീഷണൽ കോസ്റ്റിനേക്കാളും കൂടുതലുണ്ടോ എന്ന് നോക്കുന്ന ഒരു അനാലിസിസ് ആണ് അല്ലെ? സോ ലെറ്റ്സ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ് മാത്രം എടുക്കുന്നു അല്ലെ? എന്താ മാർജിനൽ റവന്യൂ? കിട്ടുന്ന ബെനിഫിറ്റ് മൊത്തം. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? റവന്യൂ കൂടുന്നതും കോസ്റ്റ് കുറയുന്നതും ബെനിഫിറ്റ് ആണ് അല്ലെ? അഡീഷണൽ കോസ്റ്റുകൾ ഫുൾ, കോസ്റ്റ് ആൻഡ് ലോസസ് ഫുൾ എടുക്കും മാർജിനൽ കോസ്റ്റ്. വാട്ട് ഈസ് ദാറ്റ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുന്നതും റവന്യൂ കുറഞ്ഞാലും ഇതിനകത്താവും എടുക്കുക അല്ലെ? സോ എനി ഹൗ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിലേക്കൊന്നും പോകുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം അല്ലെ? ഇവിടെ സെല് ചെയ്യുന്നതിന് പകരം ഇവിടെ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റവന്യൂവിൽ എന്ത് ഇൻക്രിമെന്റ് ഉണ്ടാവുക? ഇത് റവന്യൂ ആണ്, ഇത് ഇവിടുത്തെ റവന്യൂ ആണ്. ഇവിടെ സെല് ചെയ്യുന്നതിന് പകരം ഇവിടെ സെല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റവന്യൂ കൂടുതൽ കിട്ടുക? വെച്ചേ 42 lakh 44 lakh ആവുമ്പോൾ 2 lakh ആണ് അല്ലെ? ബെനിഫിറ്റ് അല്ലേ ഇവിടെ അല്ലേ എഴുതണ്ടേ അല്ലെ? വെച്ച് 2 lakh ആണ് അല്ലെ? ഇനി ഇവിടെ സെല് ചെയ്യുന്നതിന് പകരം ഇവിടെ സെല് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണലി എന്താ കോസ്റ്റ് വരുന്നത്? ഇവിടെ സെല് ചെയ്താൽ 40 lakh കോസ്റ്റ് ഉണ്ട്. ഇവിടെ സെല് ചെയ്താലോ ഈ 40 lakh 2,50,000 ഉണ്ട്. പക്ഷേ ഇവിടെ സെല് ചെയ്യുന്നതിന് പകരം ഇവിടെ സെല് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എക്സ്ട്രാ കോസ്റ്റ് വരുന്നത്? 2,50,000 ആണ് എക്സ്ട്രാ കോസ്റ്റ് വരുന്നത് അല്ലെ? ഇവിടെ വേണമെങ്കിൽ നോക്കാം, ഇതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ 40 lakh, ഇവിടെ 42,50,000 എക്സ്ട്രാ കോസ്റ്റ് 2,50,000. അത് ഇത് തന്നെയാണ് അല്ലെ? അപ്പോൾ അഡീഷണൽ കോസ്റ്റ് ആണത്. കോസ്റ്റ് കൂടി കഴിഞ്ഞാൽ എന്താ പറയാ? നമ്മള് മാർജിനൽ കോസ്റ്റിനകത്താണ് എടുത്തത് അല്ലെ? 2,50,000 ആണ് അല്ലെ? അപ്പോൾ അഡീഷണൽ റവന്യൂ 2 lakh ആണ്, അഡീഷണൽ ബെനിഫിറ്റ് 2 lakh ആണ്, അഡീഷണൽ കോസ്റ്റ് 2,50,000 ആണ്. അപ്പോൾ അഡീഷണൽ പ്രോഫിറ്റോ, റവന്യൂവിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ്, അഡീഷണൽ റവന്യൂവിൽ നിന്ന് അഡീഷണൽ കോസ്റ്റ് കുറച്ചാൽ അഡീഷണൽ പ്രോഫിറ്റ്. ലെറ്റ്സ് സേ മാർജിനൽ പ്രോഫിറ്റ് 2 lakh minus 2,50,000 50,000 മൈനസ് ആണ്. മാർജിനൽ പ്രോഫിറ്റ് മൈനസ് പ്ലസ് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടുതലാണ്. എന്ത് കാരണത്താൽ? മോഡിഫൈ ചെയ്ത കാരണത്താൽ. മാർജിനൽ പ്രോഫിറ്റ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു. എന്തിനേക്കാൾ? മോഡിഫൈ ചെയ്ത് അതുപോലെ സെല് ചെയ്യുന്നതിന് പകരം മോഡിഫൈ ചെയ്ത് സെല് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് 50,000 കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് കയ്യിലുള്ളതും കളയുന്നതിനേക്കാളും നല്ലത് ആ കാര്യം ചെയ്യാണ്ടിരിക്കല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലുള്ള പ്രോഫിറ്റ് 50,000 അങ്ങ് കുറയും. അപ്പോൾ ആ കാര്യം ചെയ്യാണ്ടിരിക്കാന്നല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? അതുപോലെ സെല് ചെയ്യാന്നല്ലേ അല്ലേ? സോ അത് തന്നെയാണ് ഇവിടെ എടുത്ത് 2 lakh 1,50,000 ആവുക എന്ന് പറയുമ്പോൾ 50,000 കുറയാണ് ഈ ഒരു ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിഷൻ എടുക്കാം. ഈ മാർജിനൽ പ്രോഫിറ്റ് പ്ലസ് വരികയാണെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. മാർജിനൽ പ്രോഫിറ്റ് മൈനസ് വരികയാണെങ്കിൽ മോഡിഫൈ ചെയ്യേണ്ട, അതുപോലെ സെല് ചെയ്യാം. ഇതാണ് ഈ ഒരു ഡെസിഷന്റെ ബേസ് എന്ന് പറയുന്നത്.